Hi students, welcome back to QA Focus. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡയമെൻഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്നുള്ളത് പഠിച്ചു അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്നുള്ള വേറെ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്ന ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്. എങ്ങനെ? ഡയമെൻഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല വെച്ചിട്ട് തന്നിരിക്കുന്ന ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സാധാരണ ഈ ക്വസ്റ്റ്യൻ നമുക്കൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. ഡയമെൻഷൻ എഴുതാൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞായിരുന്നു, കുറേ ഓപ്ഷൻസ് തന്നിട്ട് അതിനകത്ത് ഏതിനൊക്കെയാണ് സെയിം ഡയമെൻഷൻ വരുന്നതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ചോദിക്കാം. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് വരാം. അങ്ങനെയൊക്കെ ചോദിക്കാമെന്ന് പറഞ്ഞു. അതൊക്കെ സാധാരണ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു 3-4 ഉണ്ടെങ്കിൽ അതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ എന്തായാലും നമുക്കൊരു 2 മാർക്കിനായിരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. ഓക്കെ, സാധാരണ ഒരു തന്നിരിക്കുന്ന ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ഡയമെൻഷൻ വെച്ച് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഹോമോജിനിറ്റി പ്രിൻസിപ്പിളാണ്. ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ എന്താണ്? ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സിമ്പൽ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് on both side of a equation must have same dimension. Symbol of physical quantities on both sides of a equation must have same dimension. മനസ്സിലായോ? എന്തെങ്കിലും ചിലർക്ക് എന്തെങ്കിലും മനസ്സിലായി കാണും, ചിലർക്കൊന്നും മനസ്സിലായി കാണത്തില്ല. സാരമില്ല, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വെലോസിറ്റി എല്ലാവർക്കും അറിയാം. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്, x/t ആണ് അല്ലേ? Displacement is equal to velocity equal to displacement by time, or v equal to x/t ആണ് നമ്മുടെ ഇക്വേഷൻ. വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതാൻ പഠിച്ചായിരുന്നു. L(t⁻⁻1) ആണെന്ന്. ഇനി ഇവിടെ നോക്കിയേ, എക്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണോ? എക്സിൻ്റെ ഡയമെൻഷൻ L ആണോ? ടൈമിൻ്റെ ഡയമെൻഷൻ /t ആണോ? x/t ആയതുകൊണ്ട് t നമ്മൾ താഴേക്ക് എഴുതത്തുള്ളൂ. എന്ന് വെച്ചാൽ L ഈ t മുകളിലേക്ക് വരുമ്പം t⁻⁻1 വരും. ഇവിടെ LHSൽ അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വന്നു? നമുക്ക് L(t⁻⁻1) വന്നു. റൈറ്റ് ഹാൻഡ് സൈഡ് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് തന്നെ എന്ത് കിട്ടി? L(t⁻⁻1) വന്നു. അതായത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് വിയുടെ ഡയമെൻഷനും L(t⁻⁻1) എന്ന് കിട്ടി, x/tയുടെ ഡയമെൻഷനും L(t⁻⁻1) എന്ന് കിട്ടി. എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ്റെ 2 സൈഡിലും ഡയമെൻഷൻ എന്താണെന്ന് കിട്ടി? സെയിം ആണെന്ന് കിട്ടി. അപ്പം ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സിമ്പൽ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഇവിടെ ലെന്തിൻ്റെ സിമ്പിൾ, ഇവിടെ ലെന്തിൻ്റെ സിമ്പിൾ, ഇവിടെ ടൈമിൻ്റെ സിമ്പിൾ, ഇവിടെ ടൈമിൻ്റെ സിമ്പിൾ, ഓൺ ബോത്ത് സൈഡ് ഓഫ് എ ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷൻ്റെ 2 സൈഡിലും വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ സിമ്പിൾ അതെങ്ങനെയായിരിക്കണം? മസ്റ്റ് ഹാവ് സെയിം ഡയമെൻഷൻ. രണ്ടിൻ്റെയും ഡയമെൻഷൻ സെയിം ആയിരിക്കണം. ലെന്തിൻ്റെ ഡയമെൻഷൻ L(1) ആണ്. ഇവിടെ എന്ത് തന്നെയാണ്? L(1) തന്നെയാണ്. ഇവിടെ t⁻⁻1 ആണ്. ഇവിടെ എന്ത് തന്നെയാണ്? t⁻⁻1 ആണ്. ഇപ്പം ഇവിടെ കിട്ടി എന്താ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നതെന്ന്? Symbol of physical quantities on both sides of a equation must have same dimension. ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ ഏറ്റവും സിമ്പിളാക്കി ഇത്രയും കൊണ്ടൊന്ന് ചുരുക്കി തന്നതാണ്. അല്ല, നമ്മൾ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവുകയാണ്. ഇതിനകത്ത് ഇനിയും വേർഡ്സ് ആഡ് ചെയ്യും.
the equation on both sides of a മാത്തമാറ്റിക്കൽ ഇക്വേഷൻ മസ്റ്റ് ഹാവ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചും കൂടി ലെന്തി ആയിപ്പോവും. അത് കുറച്ചും കൂടി ഒന്ന് ചുരുക്കിയിട്ട് ഒന്നും കൂടി പെട്ടെന്ന് പഠിക്കാനുള്ള എളുപ്പത്തിനായിട്ട് പെട്ടെന്ന് ഒന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് തന്നതാണ്. ടെക്സ്റ്റിൽ ഇത് കുറച്ചും കൂടി ഉണ്ട്. നമ്മൾ ടെക്സ്റ്റിനകത്ത് വായിക്കാൻ പോകണമെങ്കിൽ കുറച്ചും കൂടി ഇതിനകത്ത് വേർഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് തന്നേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ചെക്ക് വെദർ ദ ഫോളോയിങ് ഇക്വേഷൻസ് ആർ ഡയമെൻഷനലി കറക്റ്റ്. താഴെ തന്നിരിക്കുന്ന ഇക്വേഷൻസ് എല്ലാം ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ്, വായിച്ചോ, ഹാഫ് mv² ഈക്വൽ ടു mgh എന്ന് പ്രൂവ് ചെയ്യാനാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ഇത് നമുക്ക് ചെക്ക് ചെയ്യണം. ഹാഫ് mv² ഈക്വൽ ടു mgh എന്നുള്ളത് ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. ഹാഫ് mv² ഈക്വൽ ടു mgh. ഓക്കെ, ഈ ഇക്വേഷൻ്റെ LHS നമ്മൾ എടുക്കുകയാണ്. LHS എന്ന് പറയുന്നത് ഹാഫ് mv² ആണോ? ഇതിനകത്ത് ഈ നമ്പർ നമുക്ക് കളഞ്ഞേക്കാം, കാരണം അതൊരു കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഡയമെൻഷനൊന്നും ഇല്ലല്ലോ. ബാക്കിയുള്ളത് എടുക്കുമ്പോഴത്തേക്കും മാസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് L ആണ്. സോറി, മാസിൻ്റെ ഡയമെൻഷൻ M ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് LT⁻⁻1 ആണ് അല്ലേ? വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT⁻⁻1 ആണ്. പക്ഷെ ഇവിടെ ആരുണ്ട്? mv² ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹോൾ സ്ക്വയർ ഇടാം. ദാറ്റ് ഈസ് ml² T⁻⁻1 ഹോൾ സ്ക്വയർ എന്ത് വരും? T⁻⁻2 എന്ന് വരും. LHS എന്താന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് RHS എന്ത് വരും നമുക്ക് നോക്കാം. mgh ആണ് അല്ലേ? RHS എന്ന് പറയുന്നത് mgh ആണ്. M എന്ന് പറയുന്നത് മാസ് ആണ്. ഓക്കെ, G എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അല്ലേ? ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കാരണം വരുന്ന ത്വരണത്തിനെയാണ് എന്ത് പറയുന്നത്? G എന്ന് പറയുന്നത്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ജിക്ക് നമുക്ക് എന്ത് എഴുതാം? LT⁻⁻2 ആക്സലറേഷൻ്റെ ഡയമെൻഷനാണ്. H എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. ഹൈറ്റ് നമ്മൾ മെഷർ ചെയ്യുന്ന ലെന്തിൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ M, ഒരു L ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു L ഉണ്ട്. നമുക്ക് L² കൊടുക്കാമല്ലോ. T⁻⁻2 എന്ത് കിട്ടി? ml² T⁻⁻2 എന്ന് കിട്ടി. ഇവിടെയും അത് തന്നെയല്ലേ? mv² ചെയ്തപ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടി? ml² T⁻⁻2. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഡയമെൻഷൻ നമുക്ക് സെയിം ആണെന്ന് കിട്ടിയോ? അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ? കറക്റ്റാണ്. ഡയമെൻഷനലി ഈ ഇക്വേഷൻ കറക്റ്റാണ്. നമുക്ക് എന്ത് എഴുതാം? ഡയമെൻഷൻ ഓൺ ബോത്ത് സൈഡ്സ് ആർ ഈക്വൽ. Both sides are same. Therefore, this equation is dimensionally correct. വീഡിയോ കാണാനിരിക്കുമ്പോഴത്തേക്കും ഒരു പേപ്പറും പെന്നും കൂടെ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ അങ്ങ് ചെയ്ത് പഠിച്ചു പോകാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇതിനായിട്ട് വേറെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. പിന്നെ +1 തുടക്കക്കാരാണ്. 10th നിന്ന് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് എൻട്രി ചെയ്തതേ ഉള്ളൂ. ആ 10th, 11th, 12th ഒക്കെ ആയിട്ട് ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തുടങ്ങിയേ എഴുതി തന്നെ പഠിച്ച് പ്രാക്ടീസായി പോകണം കേട്ടോ. ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാനമൊക്കെ എത്തുമ്പോൾ ഒത്തിരി ഉണ്ട്, എല്ലാം കൂടെ ഓർത്തിരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം തുടങ്ങി എഴുതി അങ്ങ് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഓക്കെ ആവും. അപ്പോൾ വീഡിയോ കാണാനിരിക്കുമ്പോൾ കഴിയുന്നത് ഒരു പേപ്പറും പെന്നും കൂടെ അല്ലെങ്കിൽ ഒരു ബുക്കും പെന്നും കൂടെ എടുത്തിരിക്കുകയാണെങ്കിൽ
പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഈ ഇക്വേഷൻ എവിടെയാണ് പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? ന്യൂട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ അല്ലേ? ന്യൂട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് വരുന്നതാണ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ളത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതെങ്ങനെ വരുമെന്ന്. ഓക്കെ ആണോ? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇവിടെ നമ്മൾ ആദ്യം എൽ എച്ച് എസിൻ്റെ കൺസിഡർ ചെയ്യുകയാണ്. എൽ എച്ച് എസിന് എന്ന് പറയുമ്പോഴത്തേക്കും എസ് ആണ്. എസ് എന്ന് പറയുന്നത് ആരാ? ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ? എൽ എച്ച് എസിൽ ആരാ ഉള്ളത്? എസ് ആണുള്ളത്. എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ എന്താണ്? ഡയമെൻഷൻ എൽ ആണ് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ എൽ ആണ്. ഇനി ആർ എച്ച് എസ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് ടേംസ് ഉണ്ട്. ആരൊക്കെയുണ്ട്? യു ടി ഉണ്ട്, പ്ലസ് ഈ ഹാഫിനെ നമുക്കങ്ങ് ഒഴിവാക്കാം. എന്നിട്ട് എ ടി സ്ക്വയറിൻ്റെ മാത്രമായിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയെങ്കിൽ യു എന്ന് പറയുന്നത് ആരായിരുന്നു? ഇനിഷ്യൽ വെലോസിറ്റി, ഓർക്കുന്നുണ്ടോ? ആദ്യ പ്രവേഗം. എൽ ടി റേസ് ടു -1 ആണ് വെലോസിറ്റിയുടേത്. ഇവിടെ ആരുണ്ട് അടുത്ത്? ഒരു ടിയും കൂടി ഉണ്ട്. പ്ലസ് ഹാഫ് നമ്മൾ എടുക്കുന്നില്ല. ആക്സലറേഷൻ എന്ന് പറയുമ്പം എൽ ടി റേസ് ടു -2 ആണ്. ഇവിടെ ടി സ്ക്വയറും കൂടി ഉണ്ട്. ഇനി ഇവിടെ നോക്കിക്കേ, എൽ ഉണ്ട്, ടി റേസ് ടു -1ഉം വെറുതെ ടി എഴുതിയാൽ ടി റേസ് ടു 1 ആണ്. -1ഉം +1ഉം കൂടി എന്ത് വരും? -1 + 1 = 0. അപ്പോൾ ടി റേസ് ടു 0 എന്ന് വരും. ടി റേസ് ടു 0, എനി നമ്പർ റേസ് ടു 0 ഈസ് ഈക്വൽ ടു 1 ആണ് അല്ലേ? അപ്പോൾ അവിടെ എന്തില്ല? ടി ഇല്ല. ഓക്കെ, ഇനി അടുത്തതോ? എൽ ഉണ്ട്, ടി റേസ് ടു -2ഉം +2ഉം അതും എന്തുമായി പോവും? 0 ആയി പോവും. അപ്പോൾ നമുക്കിവിടെ ആർ എച്ച് എസിൽ എന്ത് കിട്ടി? രണ്ടും എൽ തന്നെ കിട്ടി അല്ലേ? അപ്പം എൽ + എൽ നമുക്ക് 2L എന്ന് എഴുതാം. അങ്ങനെ എഴുതിയാലും ആ 2ന് അവിടെ എന്തില്ല? നമ്മൾ ഡയമെൻഷൻ ഇല്ല. നമുക്ക് അതങ്ങനെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് ബാക്കി നമുക്ക് എന്ത് നോക്കിയാൽ മതി? ഡയമെൻഷൻ മാത്രം, ഡയമെൻഷൻ്റെ സിമ്പിൾ മാത്രം നമുക്ക് ചെക്ക് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ആർ എച്ച് എസിൽ നമുക്ക് എന്ത് കിട്ടി? എൽ കിട്ടി. എൽ എച്ച് എസിലും ആരെ തന്നെയാണ് നമുക്ക് കിട്ടിയത്? എൽ തന്നെയാണ് കിട്ടിയത് അല്ലേ? ഇവിടെ നമുക്ക് എന്ത് തന്നെ കിട്ടി? ഡയമെൻഷൻ ഓൺ ആർ എച്ച് എസ് ഈക്വൽ ടു എൽ എച്ച് എസ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്ത് തന്നെയാണ്? ഡയമെൻഷനലി കറക്റ്റാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയായിരിക്കും എക്സാമിന് ചോദിക്കുന്നത് കേട്ടോ. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. പി ഈക്വൽ ടു എച്ച് റോ ജി. പി ഈക്വൽ ടു എച്ച് റോ ജി. ഇതും പഠിച്ചിട്ടുണ്ടോ ചെറിയ ക്ലാസ്സുകളിലൊക്കെ? ഇവിടെ പി ആരാന്നറിയോ? പി എന്ന് പറയുന്ന ടേം പ്രഷറാണ്. പി സ്റ്റാൻഡ്സ് ഫോർ പ്രഷർ. എച്ച് ഹൈറ്റ് ആണ്, റോ ഡെൻസിറ്റി ആണ്, ജി നമുക്കറിയാം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി നമുക്കിതിൻ്റെ ഡയമെൻഷൻ എഴുതി നോക്കാം. പ്രഷറിൻ്റെത് കാണാതറിയാവോ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനി കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ എന്ത് ഓർത്തോണം? അതിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത് ഓർത്തോണം. ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സിന് നമുക്കറിയാം മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. എം എൽ ടി റേസ് ടു -2 ബൈ ഏരിയ. ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ഏരിയയുടെ ഡയമെൻഷൻ L² ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ എന്ത് വരും? എം എൽ ടി റേസ് ടു -2 എൽ റേസ് ടു -2. കാര്യം എന്താ? ഈ ബൈ L² മുകളിലോട്ട് വരുമ്പം എൽ റേസ് ടു -2 ആയിട്ട് മാറും. എം ഉണ്ട്, എൽ റേസ് ടു 1ഉം എൽ റേസ് ടു -2 കൂടി സോൾവ് ചെയ്യുമ്പോൾ എൽ റേസ് ടു -1 വരും. ദെൻ ടി റേസ് ടു
-2 വരും. m l⁻⁻1 t⁻⁻2. ഇനി നമുക്ക് എന്തിൻ്റെ ചെയ്ത് നോക്കണം? എച്ച് റോജിയുടെ എന്താന്നുള്ളത് നോക്കണം. എച്ച് റോജി എന്ന് പറയുമ്പം എച്ച് ഹൈറ്റാന്ന് പറഞ്ഞു അല്ലേ? ഹൈറ്റിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം L ആണ്. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. m/L³ ആണ്. G എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ആക്സലറേഷൻ്റെ ഡയമെൻഷൻ തന്നെ L⁻². മൊത്തത്തിലൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. L⁻² അല്ലേ? Li mi L ഉണ്ട്, t⁻² ഉണ്ട്. ഇനി L³ കൂടി മുകളിലേക്ക് വരണ്ടേ? L⁻⁻3. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് എടുത്തെഴുതാം. m ആദ്യം അങ്ങ് എഴുതി. L × L L². L⁻⁻3 ഇവിടെയുണ്ട്, t⁻². m L² L⁻⁻3 2ഉം -3യും കൂടി സിംപ്ലിഫൈ ചെയ്താൽ എന്ത് വരും? -1 t⁻². m L⁻⁻1 t⁻². അത് തന്നെയല്ലേ ഇവിടെയും കിട്ടിയത്? പിയുടെ ഡയമെൻഷനും എച്ച് റോജിയുടെ ഡയമെൻഷനും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനും ഡയമെൻഷനലി കറക്റ്റാണ്. നമ്മളത് ചെക്ക് ചെയ്തു. ക്ലിയർ ആയോ? ചെയ്ത് പഠിച്ചോണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. V = f⁻. V = f⁻. സൗണ്ടിൻ്റെയൊക്കെ ചാപ്റ്ററിൽ ഇത് പഠിച്ചിട്ടുണ്ടാവും. V = f⁻ എന്ന് പറയുന്നത്. ഇതിനകത്ത് V ആരായിരുന്നു? V വെലോസിറ്റി, F ഫ്രീക്വൻസി, ലാംഡ ആരാ? വേവ് ലെങ്ത്. ഓക്കെ ആണോ? ഇനി നമുക്ക് ഇവിടെയും നമുക്ക് ഓരോന്നിൻ്റെ ആയിട്ട് ഡയമെൻഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വെലോസിറ്റിയുടെ ഓൾറെഡി നമുക്കറിയാം L⁻⁻1 ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താ? F = 1/ടൈം പീരീഡ് ആണ്. 1/ടൈം പീരീഡ് ആണ്. ദറ്റ് ഈസ് 1/t. വേവ് ലെങ്തിൻ്റെയോ? ഡിസ്റ്റൻസ് ആണ്, L ആണ്. അങ്ങനെയെങ്കിൽ ഇതും എന്ത് തന്നെ വരും? L t മുകളിലേക്ക് വരുമ്പം t⁻⁻1. കണ്ടോ? വിയുടെയും നമുക്ക് L⁻⁻1 കിട്ടി, f⁻യുടെയും L⁻⁻1 കിട്ടി. രണ്ടും സെയിം അല്ലേ? അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷനും ഡയമെൻഷനലി കറക്റ്റ് ആണോ? ആണ്. ഈ ഇക്വേഷനും ഡയമെൻഷനലി കറക്റ്റ് ആണ്. അത് സോൾവ് ചെയ്യുമ്പം രണ്ട് സൈഡ് ഒരേപോലെ കിട്ടുന്നില്ലെങ്കിൽ ഉടനെ എന്ത് എഴുതിക്കണം? ദിസ് ഇക്വേഷൻ ഈസ് നോട്ട് ഡയമെൻഷനലി കറക്റ്റ്. ഇനി ചോദിച്ചോട്ടെ, ഇത് ഇത്രയും നമ്മൾ ചെക്ക് ചെയ്തത് എന്ത് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്? ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. എക്സാമിന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുന്നേ. ഓക്കെ, സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.